സോ കഴിഞ്ഞ ലൈവിൽ നമ്മൾ ഐക്യ കേരള പ്രസ്ഥാനത്തിൻ്റെ ക്വസ്റ്റ്യൻസ് അല്ല ആ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വൊക്കാബ് സ്പീഡിയുടെ PYQs നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്യാം, നമ്മൾ പഠിച്ചതിന് എത്രത്തോളം മീനിങ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഈ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വോള്യൂം 3 മാത്രമേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ. ഞാൻ ഫസ്റ്റ് പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സബ്ജക്റ്റും വോള്യൂം 3 2025 ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം ഈ ബുക്ക് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ഫൈനൽ റിവിഷൻ സമയത്ത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനാണ് വോള്യൂം 1ഉം 2ഉം യൂസ് ചെയ്യാൻ പോകുന്നത്. കാരണം അവിടെ കുറച്ചുകൂടെ പഴയ ക്വസ്റ്റ്യൻസൊക്കെ കുറച്ചുകൂടെ സിംപ്ലർ ആയിരിക്കും. അപ്പോൾ ടഫ് ചെയ്തിട്ട് ഇത് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇല്ല ഐക്യ കേരള പ്രസ്ഥാനത്തിൽ. ഈ പുസ്തകത്തിൽ നമുക്കൊരു 16 ചോദ്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തേത്, എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്? മലബാർ ജില്ലാ രാഷ്ട്രീയ. ഓക്കെ, ഈ ചോദ്യം എനിക്ക് അറിയത്തില്ല. നമുക്ക് 1D ആണ് ആൻസർ, 5ാമത്തതാണ് കേട്ടോ, അത് മാർക്ക് ചെയ്യാം. എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം? അപ്പോൾ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നമ്മളതിൽ പഠിക്കുന്നില്ല. 1920 നാഗ്പൂർ സെഷൻ മാത്രം നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ മഞ്ചേരിയിൽ വെച്ച് മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം ചോദിച്ചു കഴിഞ്ഞാൽ 5ാമത്തത്. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിക്കുന്നത് നമുക്കറിയാം ജൂലൈ 1 1949 നമുക്കറിയാം അല്ലേ. 2. 2ാമത്തത് B തന്നെയാണ്. കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം? വൈക്കം, വടകര, കൊച്ചി, മഞ്ചേരി. അറിയില്ല. 3B വടകര വെച്ചാണ് കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടക്കുന്നത് കേട്ടോ, വനിതാ സമ്മേളനം. ഓക്കെ, അടുത്തത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ്. ഇത് ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിട്ട് നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ നോക്കാം പഠിച്ചത് വെച്ചിട്ട്. ഫസ്റ്റ്, ഓൾ കേരള പ്രൊവിൻഷ്യൽ കോൺഫറൻസ് കണ്ടക്റ്റഡ് അറ്റ് മഞ്ചേരി 1921. ആദ്യത്തെ ഓൾ കേരള പ്രൊവിൻഷ്യൽ കോൺഫറൻസ്. നമ്മളിവിടെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം 1920 മഞ്ചേരിയിൽ നടന്നു എന്ന് പറഞ്ഞു. അപ്പോൾ 1920 വെച്ച് ഓൾ കേരള അല്ല, മലബാറിൻ്റെ ഇത് നടന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് തെറ്റാന്ന് തോന്നുന്നു. എബോവ് കോൺഫറൻസ് വാസ് പ്രിസൈഡഡ് ഓവർ ബൈ ശ്രീ ടി പ്രകാശം. അറിയില്ല. മലബാർ റിബല്യൻ ഓൾസോ ബ്രോക്ക് ഔട്ട് ഇൻ 1921. മലബാർ കലഹമാണെന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഫസ്റ്റ് പ്ലാൻഡ് ആൻഡ് ഡയറക്റ്റ് അറ്റാക്ക് ഡ്യൂറിങ് മലബാർ റിബല്യൻ വാസ് ഹെൽഡ് അറ്റ് പൂക്കോട്ടൂരിൻ. ഇത് കറക്റ്റാന്ന് തോന്നുന്നു, പക്ഷെ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഞാൻ ഓൾ കേരള പ്രൊവിൻഷ്യൽ കോൺഫറൻസ്, ഒരു കോൺഫറൻസ് നമ്മൾ 1937 തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ഒരു കാര്യം പറഞ്ഞായിരുന്നു. അത് പ്രിസൈഡ് ചെയ്തത് പട്ടാഭി സീതാരാമയ്യ ആയിരുന്നു. മലബാർ ബേസിസിൽ ഇവിടെ ഒരു ചോദ്യം, ഇപ്പം 2 ചോദ്യങ്ങൾ കണ്ടു. മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം, അപ്പോൾ മലബാർ റീജിയനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം ആക്ച്വലി ഈ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ അടുത്തൊരു മൊഡ്യൂളും കൂടെ നോക്കണം, അടുത്ത വോള്യത്തിലുണ്ട്. കാരണം എവിടെ നിന്നൊക്കെ ഇതിവിടെ ചോദിക്കുന്നതെന്നുള്ളത് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി? കേരളവർമ്മ മഹാരാജാവ്, സ്വാതി തിരുനാൾ, ശ്രീചിത്ര. എനിക്ക് തോന്നുന്നു ശ്രീചിത്രയായിരിക്കും. കാരണം ഐക്യ കേരളം ഫോം ചെയ്തിട്ട് ഇതാക്കുന്നത് ആളെ ആക്കിയത് പക്ഷെ അല്ല കേട്ടോ. 5A കേരളവർമ്മ മഹാരാജാവാണ്. ഓക്കെ, അവിടെയും നമുക്ക് കിട്ടിയില്ല. ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് അല്ലേ. ഓക്കെ, നോക്കാം. ഹൂ വാസ് ദ ഫസ്റ്റ് പ്രസിഡൻറ്റ് ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്? ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ഫസ്റ്റ് പ്രസിഡൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൽ 3 ആൾക്കാരെ മെയിനായിട്ട് പറഞ്ഞു. പട്ടനാണപ്പിള്ള, CV കുഞ്ഞുരാമൻ നായരും പിന്നെ ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ. ഈ ഓപ്ഷനിലുണ്ടോ? വർഗീസ്, ജോസഫ്, കേശവൻ. ഇല്ല, ഞാൻ ആ പേരൊന്നും ഇപ്പം ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. നടരാജ പിള്ളൈ. അപ്പോൾ അദ്ദേഹം ഇല്ല. അപ്പോൾ പട്ടംതാണപ്പിള്ളി ആയിരിക്കും ആൻസർ. അതെ, 6A ആണ് ആൻസർ. അടുത്ത, ഫസ്റ്റ് ഓൾ കേരള പൊളിറ്റിക്കൽ കോൺഫറൻസ് വാസ് ഹെൽഡ് അറ്റ്? ആദ്യത്തെ ലേഡീസിൻ്റെ കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്നത് വടകരയാണ്. പക്ഷേ ഓൾ കേരള പൊളിറ്റിക്കൽ കോൺഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. 7D ആണ്, ഒറ്റപ്പാലത്ത് വെച്ചാണ് നടന്നത്. ഒറ്റപ്പാലം. ഓക്കെ, ഒറ്റപ്പാലത്ത് വെച്ചാണ് നടന്നത്. നമ്മൾ ഒറ്റപ്പാലത്ത് വെച്ച് പ്രത്യേകിച്ച് തൃശ്ശൂരും ചെറുതുരുത്തിയൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഒറ്റപ്പാലത്തിൻ്റെ ഒരു ഇതും ഓർമ്മ കിട്ടുന്നില്ല അല്ലേ. നെക്സ്റ്റ് വൺ, കേരള സംസ്ഥാന രൂപീകരണത്തിന് തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിൽ ഒരെണ്ണം താഴെ പറയുന്നു. നമ്മൾ വിട്ടുകൊടുത്തത് അഗസ്തീശ്വരാണ് അല്ലേ. ചിറയൻകീഴ്, മാവേലിക്കര, കുന്നത്തൂരൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ഉള്ളതാണ്. അഗസ്തീശ്വരം നമ്മൾ പഠിച്ചതാണ്. തിരുവിതാംകൂർ വിട്ടുകൊടുത്തത് പത്മനാഭപുരം, നാഞ്ചനാട്, കന്യാകുമാരി, ലക്ഷദ്വീപ്, അമീൻ, മിനിക്കോ. പക്ഷേ ഈ ഏരിയാസൊന്നും ഇപ്പോൾ ഇല്ല. നമുക്ക് അല്ലാതെ ലോജിക്ക് വെച്ച് വേണമെങ്കിലും I think B ആണ്. നോക്കട്ടെ. 8B ആണ് ആൻസർ, അഗസ്തീശ്വരമാണ്. അപ്പോൾ നമുക്കിവിടെ താലൂക്കുകളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ താലൂക്കുകളും എനിക്ക് തോന്നുന്നു നമ്മളൊന്ന് പഠിച്ചു വെക്കേണ്ട ഒരു പോയിൻ്റാണ്. നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ഐഡിയ കിട്ടി. ഇപ്പോൾ പൊതുവെ ചോദിക്കുന്ന റീജിയൻ ഏതൊക്കെയാണ്. അപ്പോൾ നമ്മൾ അതും കൂടെ കണക്കിലെടുത്ത് ഒന്നും കൂടെ ഒന്ന് ഈ യുണൈറ്റഡ് കേരള അപ്പോൾ പഠിക്കാം നമുക്ക്. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസും കാരണം കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം.
പ്രസിഡൻസ് ഓഫ് പൊളിറ്റിക്കൽ കോൺഫറൻസ് ഹെൽഡ് അറ്റ് മലബാർ ഫ്രം 1916 to 1919. മലബാറിൽ നടന്ന പൊളിറ്റിക്കൽ കോൺഫറൻസിൻ്റെ 1916 തൊട്ട് 19 വരെയുള്ളതിൻ്റെ ലീഡേഴ്സാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. പ്രസിഡൻസിനെ എനിക്കറിയില്ല. എ ആണ് ആൻസർ കൊടുത്തിരിക്കുന്നത്, ആനി ബെസൻറ്റ്, CP. അപ്പോൾ ഈ പൊളിറ്റിക്കൽ കോൺഫറൻസ്, ഈ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം, ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? നമുക്കറിയാം നീലഗിരിയൊക്കെ ഉണ്ടല്ലേ. ഇവിടെ പിന്നെ ചോദിച്ചിട്ടുള്ളത് താലൂക്കുകളാണ്. തോവാള, അഗസ്തീശ്വരമുണ്ട്, കൽക്കുളം, വിളവൻകോട്, തിരുവാട്ടൂർ, അഗസ്തീശ്വരമുണ്ട്. അപ്പോൾ ഇതില്ല, ഈ ഓപ്ഷൻ വരില്ല. തോവാള എല്ലാത്തിനുണ്ട്, അപ്പോൾ ഇത് ഇത്രയും നോക്കണ്ട. പിന്നെ എനിക്ക് തോന്നുന്നത് 10A, അതെ എ ആണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. എന്നാലും നമുക്ക് നോക്കണം. ഇതിലവർ താലൂക്കുകളാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ താലൂക്ക് ചോദിച്ചു, ഇവിടെ താലൂക്ക് ചോദിച്ചു, ഇവിടെ ടിക്കിടാം. അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അടുത്ത ചോദ്യം, ആരുടെ അധ്യക്ഷതയിലാണ് 1941 കൊച്ചി രാജപ്രജാ മണ്ഡലം രൂപീകരിക്കപ്പെട്ടത്? രാജപ്രജാമണ്ഡലം രൂപീകരിക്കപ്പെട്ടത്, പേര് മറന്നല്ലോ, ഓപ്ഷൻ കിട്ടിയ ചിലപ്പോൾ ഒന്ന് പറയാമായിരിക്കും, അല്ല ഒന്ന് നോക്കി നോക്കാം. കേളപ്പൻ, VR കൃഷ്ണൻ, എഴുത്തച്ഛൻ VR കൃഷ്ണൻ എഴുത്തച്ഛൻ. 11D ആണ്. കേരള സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത്? കേരള സംസ്ഥാനം, കാസർഗോഡ്, ഹൊസ്ദുർഗ് താലൂക്കുകൾ കേരളത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു. അത് ശരിയാണ്. ഹൊസ്ദുർഗ് താലൂക്കാണ് നമ്മൾ കാനറ, ദക്ഷിണ കാനറയിൽ നിന്ന് കാസർഗോഡേക്ക് വന്നത് അല്ലേ. തിരുവിതാംകൂറിലെ ചില താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുക്കപ്പെട്ടു. ശരിയാണ്, നമ്മൾ കൊടുത്തു. അപ്പോൾ ഇതിൽ ശരി ഏതൊക്കെയാണെന്ന് വെച്ചാൽ 1, 2 ശരിയാണ്. അവിടെ എല്ലാം ശരിയും ഉണ്ട് കേട്ടോ. അപ്പോൾ നോക്കാം. EMS നമ്പൂതിരിപ്പാട് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൽ കേരളം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിനെപ്പറ്റി എനിക്കറിയില്ല. 1900 ജൂലൈ 1 തിരുവിതാംകൂറിനെയും കൊച്ചിയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്നു. 4 കറക്റ്റാണ്. 1, 2, 4 കറക്റ്റാണ്. അപ്പം ഇതിനെപ്പറ്റി എനിക്ക് അറിയില്ല. പക്ഷേ 1, 2, 4 ഇല്ലാത്ത സ്ഥിതിക്ക് ഇതെല്ലാം ശരിയാണ്. അപ്പോൾ ഈ പോയിൻറ്റും കൂടെ ഒന്ന് പഠിക്കണം. EMS നമ്പൂതിരിപ്പാടിൻ്റെ ഒരു പുസ്തകത്തിൽ 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൽ കേരളം രൂപീകരിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നല്ലൊരു ചോദ്യമാണ്. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് നമുക്കറിയാം ഫോം ചെയ്തത് 35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, 37 പൊളിറ്റിക്കൽ കോൺഫറൻസ്, 38 TSC, പിന്നെ കൊച്ചി രാജപ്രജാസഭ ഫോം ചെയ്തത് പ്രജാസഭയായിരുന്നു, പ്രജാമണ്ഡലമാണെന്ന് തോന്നുന്നു അല്ലേ. അതെ, പ്രജാമണ്ഡൽ, അത് 41. അപ്പോൾ 38, 13A ആണ് ആൻസർ. പിന്നെ കൊച്ചി രാജപ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടാത്തത്? പനമ്പള്ളി ഗോവിന്ദമേനോൻ, ഷൺമുഖം ചെട്ടി, ഇക്കണ്ട വാര്യർ, S നീലകണ്ഠ അയ്യർ. അറിയില്ല. 14C ആണ് ആൻസർ, ഷൺമുഖം ചെട്ടി. ഇതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ നമുക്ക് കൊച്ചി അവരുടെ അതിനെയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം കേട്ടോ. ഈ ക്വസ്റ്റ്യൻസൊക്കെ ഇനി നമുക്കിത് കഴിഞ്ഞിട്ട് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഈ നമുക്ക് കിട്ടാതെ പോയ ക്വസ്റ്റ്യൻസ് ഉള്ളൂ, ഈ കൊച്ചി രാജ, പിന്നെ ഈ മലബാർ രാഷ്ട്രീയ സംഭവം, ഇതൊക്കെ ചോദിച്ചത് ഏത് എക്സാമിനാണെന്ന് നമ്മൾ ചോദിക്കണം. നമ്മൾ ഡിഗ്രി ലെവലിൽ റെലവൻസ് ഉള്ളതാണോ അതോ 10th ലെവലാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ വെറുതെ നമുക്കിപ്പോൾ സമയം കളയണ്ടല്ലോ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആര്? സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. KM പണിക്കർ, VP മേനോൻ, KP കേശവ മേനോൻ, K മാധവൻ നായർ. നമ്മൾ 2 പേരാണ്, ഖുൻസ്റൂം, HN ഖുൻസ്റൂം, സർദാർ KM പണിക്കർ. ഇപ്പോൾ A ആണ്, 15A ആണ് ആൻസർ. അതെ. ഇനി ഇതിലെ ലാസ്റ്റ് ചോദ്യമാണ്, ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായതൊക്കെ കറക്റ്റ് ഏതാണെന്ന്. 1947 ഏപ്രിൽ 47 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇൻഡിപെൻഡൻസ് കിട്ടുന്ന വർഷം. അതിൽ ഏപ്രിൽ ഐക്യ കേരള കോൺഫറൻസ് കേളപ്പൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ വെച്ച് നടന്നു. ശരിയാണ്. ജൂലൈ 1 തിരുവിതാംകൂർ കൊച്ചി സംയോജിച്ചു. ശരിയാണ്. കേരള സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട വിഭിന്ന അഭിപ്രായത്തെ തുടർന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിലെ മലബാർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്നും തിരുക്കൊച്ചി പ്രദേശ് കമ്മിറ്റിയിൽ നിന്ന് 2 വിഭജിച്ച് 1952 ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നമുക്കൊന്ന് എഴുതി വെച്ചിരിക്കുക, അടുത്ത തവണ റിവിഷൻ വരുമ്പോൾ എളുപ്പമായിരിക്കും. സൗത്ത് കാനറ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമായിരുന്ന കാസർഗോഡ് കേരളത്തോട് കൂട്ടിച്ചേർത്തു. അതും കറക്റ്റാണ്. അപ്പോൾ എല്ലാം ശരിയാണല്ലോ. 16D കറക്റ്റാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കൊച്ചി രാജപ്രജ ഈ ഒരു ചോദ്യം 011 ഞാനൊന്ന് എഴുതി വയ്ക്കാം. 011 ബാർ 2025. പിന്നെ വന്ന ചോദ്യം നമുക്ക് ഈ ചോദ്യങ്ങൾ 1-17-25 11 തന്നെ നമ്മുടെ ഇതിലാണ് നമ്മുടെ താലൂക്ക് ചോദിച്ച ചോദ്യങ്ങൾ.
പിന്നെ ഓൾ കേരള പൊളിറ്റിക്കൽ കോൺഫറൻസ് 99-25. പിന്നെ ആൻസർ ചെയ്യാൻ പറ്റാത്തൊരു ചോദ്യം ഇത് 96. പിന്നെ ഏതാ ഈ ഒരു ചോദ്യം 106 ക്യാൻസൽ ചെയ്ത ആദ്യ ഒരു ചോദ്യം. തിരുക്കൊച്ചി വനിതാ സമ്മേളനം .11. ഈ ഒരു 11/2025 ചോദ്യങ്ങളാണ് മിക്കതും കിട്ടാത്തത് കേട്ടോ. പിന്നെ 17 കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നമുക്കത് ഇതൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെ 11/17/2025 ഇത് രണ്ടും അപ് ടു 10th ലെവലിൽ 10th പ്രിലിംസിൻ്റെ ആണ് കേട്ടോ. 10th പ്രിലിംസിൻ്റെ ആണ്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഡിഗ്രി ലെവലിന് ഇത് നോക്കേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. പിന്നെ 99, 96 അതൊക്കെ, പിന്നെ 106 അതിവിടെ വരുന്നില്ല. 12th ലെവലിൽ നമുക്ക് നോക്കി നോക്കാം. 90 ഇല്ല, ഇതിലും ഇല്ലയെന്ന് തോന്നുന്നു. HST എഡ്യൂക്കേഷനാണ് കേട്ടോ. HST എഡ്യൂക്കേഷൻ 96-2025 HST മലയാളം 99 അപ്പം മിക്കവാറും ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. അതെ, ഇത് HSTയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസാണ് നമുക്ക് കിട്ടാതെ പോയത് ആക്ച്വലി. ബാക്കി ഐ തിങ്ക് ഡിഗ്രി ലെവലിന് വരുന്നത് നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാലും ഇപ്പം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് കിട്ടി 18. ഈ ഒരു സെക്ഷനിൽ നിന്ന് എങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യണമെന്നുള്ളത് എനിക്ക് പിടികിട്ടി. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് ഇപ്പോൾ ഈ ചോദ്യങ്ങൾ എനിക്ക് എന്തായാലും കിട്ടില്ല, ഈ മണ്ഡലം കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെയൊക്കെ. കാരണം ചിലപ്പോൾ ഐക്യകേരള പ്രസ്ഥാനമൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടായിരിക്കും നമുക്ക് വേറെ എക്സാംസിനൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടി. നമുക്കൊരു അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഒന്ന് നോക്കട്ടെ, അതിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണെന്ന്. അടുത്ത് ഞാൻ വോളിയം 2 എടുത്തിട്ടുണ്ട്. വോളിയം 2-നകത്ത് നമുക്ക് നോക്കാം. ഇതിൽ കേരളത്തിൻ്റെ ഐക്യകേരള പ്രസ്ഥാനം 1107. ഓക്കെ, 7ാമത്തെ. ഓക്കെ, ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ, അപ്പോൾ നമുക്ക് ഇതിൻ്റെയും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഐക്യകേരള പ്രതിജ്ഞ എഴുതിയതാര്? ഓക്കെ, ഐക്യകേരള പ്രതിജ്ഞ എഴുതിയതാര്? KP കേശവമേനോൻ, K അയ്യപ്പൻ, NV കൃഷ്ണവാര്യർ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ. VR കൃഷ്ണൻ എഴുത്തച്ഛൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ചി രാജപ്രജാ മണ്ഡലിലെ ആളായിരുന്നു. അപ്പോൾ ഐക്യകേരള പ്രസ്ഥാനത്തിൻ്റെ മെയിൻ ആൾ KP കേശവമേനോനാണ്. അപ്പോൾ മിക്കവാറും പക്ഷേ NV കൃഷ്ണവാര്യർ, പക്ഷേ ആൻസർ NV കൃഷ്ണവാര്യരാണ് കേട്ടോ. ഞാൻ എൻ്റെ ലോജിക്ക് യൂസ് ചെയ്യാൻ ശ്രമിച്ചത്, പക്ഷേ ശരിയായില്ല. 1947 ഐക്യകേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? നമുക്ക് തൃശ്ശൂരാണെന്നറിയാം അല്ലേ? 2 കറക്റ്റാണ്. 1.25 ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ ഇത് വെച്ചാണ് ക്രോസ് ചെക്ക് ചെയ്യണം. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് EMS നമ്പൂതിരിപ്പാട്. നമ്മളിപ്പം കുറച്ച് മുന്നേ പഠിച്ചതേ ഉള്ളൂ അല്ലേ. പിന്നെ തിരുക്കൊച്ചി സംയോജനം, അപ്പോൾ ഇത് പഠിച്ചു വെച്ചോ കേട്ടോ. EMS നമ്പൂതിരിയുടെ, ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. EMS നമ്പൂതിരിപ്പാടിൻ്റെ ചോദ്യം. 1.25 കോടി മലയാളികൾ, 1.25 കോടി മലയാളികൾ. തിരുക്കൊച്ചി സംയോജനം നടന്നത് ജൂലൈ 1. ഈ ചോദ്യം ഏതാണെന്ന് നമുക്കൊന്ന് നോട്ട് ചെയ്യാം. 74 ക്വസ്റ്റ്യൻ കോഡ്. ഇത് 92 24. ഓക്കെ, അടുത്ത ചോദ്യം 1.25 കോടി മലയാളികൾ. ഓക്കെ, അതും EMS നമ്പൂതിരിപ്പാട് 1.25 കോടി. ഇത് തന്നെ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. 91. പിന്നെ ഒരേ ചോദ്യം പല തവണ റിപ്പീറ്റ് ചെയ്തു. 61 1.25 കോടി മലയാളികൾ കൃതിയുടെ കർത്താവായി കേരള മുഖ്യമന്ത്രി. അത് ഐക്യകേരളം തമ്പുരാൻ. ഓക്കെ, ഈ ചോദ്യം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. മഹാരാജ കേരളവർമ്മ 7C കറക്റ്റാണ്. ഐക്യകേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കാനാണ് കേട്ടോ. നോക്കാം. 47 തൃശ്ശൂരിൽ വെച്ച് ഐക്യകേരള അധ്യക്ഷൻ K കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ഐക്യകേരള സമ്മേളനം നടന്നു. തൃശ്ശൂർ വെച്ച് K കേളപ്പനായിരുന്നു. അതിന് മുന്നത്തെ ആയിരുന്നു K കേശവമേനോൻ അല്ലേ? K കേശവമേനോനായിരുന്നു. KP കേശവമേനോൻ, അതെ. രണ്ടാമത്തത് ജൂലൈയിൽ നിന്നും നടന്ന തിരുക്കൊച്ചി സംയോജനം ആദ്യപടിയായി കണക്കാക്കപ്പെട്ടു. കറക്റ്റാണ്. സർദാർ KM പണിക്കർ അധ്യക്ഷതയിൽ പുനർസംഘടന കമ്മീഷൻ കൊണ്ടുവന്നു. ശരിയാണ്. ഹുൻസ്രൂയും കൂടി ഉണ്ട്. ഇതെല്ലാം കറക്റ്റ്. 56 നവംബർ 1 ഐക്യകേരളം നിലവിൽ വന്നു.
പക്ഷേ 1 2 3 4 എല്ലാം കറക്റ്റ് അല്ലല്ലോ, ഇത് ക്യാൻസൽ ചെയ്തു. ക്വസ്റ്റ്യൻ എല്ലാം കറക്റ്റാണല്ലോ, അപ്പോൾ എവിടെയോ തെറ്റി. 1947 തൃശ്ശൂരിൽ വച്ച് കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള, ഇനി ഇവിടെ സമ്മേളനം മഹാസമ്മേളനമാണോ നമുക്ക് നോക്കി നോക്കാം. 1949 ജൂലൈ 1 നടന്ന തിരുക്കൊച്ചി സംയോജന ഐക്യ കേരളത്തിൻ്റെ ആദ്യപടിയായി കണക്കാക്കപ്പെട്ടു. സർദാർ കെ എം പണിക്കർ അധ്യക്ഷതയിൽ. ഓക്കെ, ഇത് അധ്യക്ഷതയിലാണോ എന്ന് അതിവിടെ എനിക്ക് ആക്ച്വലി 2 മെമ്പേഴ്സ് ആണെന്ന് അറിയാൻ പറ്റുള്ളൂ. മെയിനായിട്ട് നമ്മൾ ഖുൻസ്രു ആണ് പറഞ്ഞത്, അപ്പോൾ എനിക്കിത് ഡൗട്ടുണ്ട് കേട്ടോ. നമുക്ക് 1 to 4 ആണ് ഞാൻ എടുക്കണത്, പക്ഷേ അറിഞ്ഞൂടാ. 8A കറക്റ്റാണ് കേട്ടോ. 1 to 4 ആണ്. നമുക്ക് 2 മെമ്പേഴ്സ് അറിയാം, HA ഖുൻസ്രു ആണ്. അപ്പം പുനർസംഘടന രൂപീകരണ കമ്മിറ്റിയിൽ സർദാർ കെ എം പണിക്കറല്ല, HN ഖുൻസ്രു ആണ്. HN ഖുൻസ്രു ആയിരിക്കണം. പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? പയ്യന്നൂർ, ഈ ക്വസ്റ്റ്യൻ എനിക്കറിയില്ല. 185 ആണ് ക്വസ്റ്റ്യൻ കോഡ്, നോക്കണം. പയ്യന്നൂരിലെ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ സമ്മേളനം എനിക്കറിയില്ല. 9C ആണ് ആൻസർ കേട്ടോ. ബാരിസ്റ്റർ ടി പ്രകാശൻ. ഇപ്പോൾ കോൺഗ്രസ്സുകൾ ചോദിക്കുന്നുണ്ട്, ഓരോ സ്ഥലത്ത് വെച്ച് നടന്ന ഈ INCയുടെ സെഷൻസ് പോലെ ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഭരണപരിഷ്കരണം, കുടിയാന്മ പ്രശ്നം, ഖിലാഫത്ത്, ജനസംഖ്യാനുപാത സംവരണം. ജനസംഖ്യാനുപാത സംവരണമാണ് കേട്ടോ വരാത്തത്. അപ്പോൾ ഈ 1920 നടന്ന മഞ്ചേരി സമ്മേളനം പലയിടത്തും വന്നിട്ടുണ്ട്, മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ. അതൊരു ഇൻസൈറ്റാണ് നമുക്ക് കിട്ടുന്നത്. 185 ചോദ്യം പേപ്പർ കുറച്ച് ഡിഫറെൻ്റ് ആണ്. നോക്കാം. 1947 തൃശ്ശൂർ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷൻ അധ്യക്ഷൻ കേളപ്പൻ, അത് നമുക്കറിയാം. 11C കറക്റ്റാണ്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഇതായിരിക്കണം അല്ലേ? ആദ്യകാല ഗ്രന്ഥമാണോ എന്ന് ചോദിച്ചാൽ 12A. ഓക്കെ, നമുക്കറിയാന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. 1.25 കോടി മലയാളം, ഇന്ത്യയെ കണ്ടെത്തൽ, പശ്ചിമോദയം, സംക്ഷേപ വേദാർത്ഥമൊക്കെ നമ്മൾ എവിടെയോ പഠിക്കുന്നുണ്ട്. ഐക്യകേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിൽ ഇരുന്നതിൻ്റെ റെക്കോർഡ് പിണറായി വിജയൻ്റെ പേരിലാണ്. ആരുടെ റെക്കോർഡാണ് പിണറായി മറികടന്നത്? അത് നമ്മുടെ അച്യുതമേനോൻ ആണല്ലേ. അച്യുതമേനോനാണ് കിടത്തേക്കുന്നത്. 13C. എവിടെ നിന്നൊക്കെയല്ലേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്? 154/24. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പം ഇവിടെ നിന്ന് നമുക്ക് ആക്ച്വലി കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഈ മലബാർ കോൺഗ്രസിൻ്റെ സംഭവങ്ങൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ കോഡുകൾ ഇത്രയും 74, 24 ഇത് ഇത്രയും മാർക്ക് ചെയ്തിട്ടുണ്ട്, ഈ സൈഡിലെ 4 അപ്പോൾ നമുക്കത് ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണെന്നൊന്ന് നോക്കാം. ഡിഗ്രി ലെവലിലാണോ ചോദിച്ചിട്ടുള്ളതെന്ന് കൊണ്ടൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുന്നത് നല്ലതാണ്. 92 2024 24 ചോദ്യങ്ങളാണല്ലേ. 24 വരുമ്പോൾ 74 നമുക്ക് കാണാൻ പറ്റുന്ന ഓഫീസ് അറ്റൻഡൻറ്റ് ഗ്രേഡ് 2 ആണ്. 74. ഓക്കെ, അടുത്ത് 92/24 അത് LDC കന്നഡ മലയാളം. 185/24 184 ഉണ്ട് കേട്ടോ. 184 മാട്രൺ ഗ്രേഡ് 1 ആണ്. 154 പിന്നെ 185 10th ലെവൽ പ്രിലിംസ് സ്റ്റേജ് 1. അപ്പോൾ ഏകദേശം ഡിഗ്രി ലെവലിലോട്ടൊന്നും നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുന്നില്ല. പക്ഷേ ഇവിടെ ഞാനിപ്പം പഠിച്ചത് വെച്ചിട്ട് ഇപ്പോൾ കാണുന്നതിൽ എനിക്കിപ്പം ഫീൽ ചെയ്തത് ഈ മലബാർ കോൺഗ്രസിൻ്റെ സംഭവങ്ങൾ ചിലപ്പം ചോദിച്ചാലോ എന്നുള്ള രീതിയിൽ ഇതിൽ റിപ്പീറ്റായി വന്ന കുറച്ച് സാധനങ്ങൾ, ഓൾ കേരള പൊളിറ്റിക്കൽ കോൺഫറൻസുകളുടെ പറ്റിയൊരു ധാരണ ടൈം കിട്ടുന്നത് പോലെ ഇപ്പം പഠിക്കുന്നില്ല. കാരണം ഇപ്പം നമുക്ക് വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോക്കാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കും. ഇതിൽ നിന്ന് കിട്ടിയ ഇൻസൈറ്റുകളാണ്. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് റിവിഷൻ ചെയ്തുകൊണ്ടിരുന്നാൽ മതി, അപ്പോൾ തന്നെ നമുക്ക് കുറേ കിട്ടും അല്ലേ. അപ്പോൾ ഇതിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് നമുക്ക് തന്നെ ചെറിയൊരു ടോപ്പിക്കല്ല. അപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. കാരണം സ്വാഭാവികമായിട്ട് നമുക്ക് ഈ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂറും സോഷ്യൽ റിഫോമേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ നിന്നും ചോദ്യങ്ങൾ വരാം. പക്ഷേ എന്നാലും ഈ മഞ്ചേരിയിൽ നടന്ന മലബാറില്ല, ഇതിനെ ഞാൻ എവിടെയെങ്കിലും പഠിക്കുന്നിടത്ത് എഴുതിയിരിക്കും. 1920 മഞ്ചേരി സെഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഓൾ കേരള പൊളിറ്റിക് കോൺഫറൻസ്, പിന്നെ വനിതകളുടെ കോൺഫറൻസുകൾ, ഇത് നടന്ന സെഷനുകൾ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഏതൊക്കെ കുറച്ചുണ്ട്. ഓക്കെ, ഇതിനെപ്പറ്റി എനിക്ക് അറിയില്ല. അപ്പോൾ ഇതൊന്ന് ഏറ്റവും ലാസ്റ്റ് പഠിച്ച് തീർന്ന ശേഷം ടൈം കിട്ടുന്നില്ല. കാരണം ഇതെല്ലാം നമ്മളിപ്പോൾ നോക്കിയ കിട്ടാത്ത ചോദ്യങ്ങളെല്ലാം നമുക്ക് വന്നിട്ടുള്ളത് ഒരു 10th ലെവലിൻ്റെ
ഏരിയ എന്നാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ മാത്രം പ്രാക്ടീസ് ചെയ്ത് ആ ചോദ്യങ്ങൾ മാത്രം ഒന്ന് നോക്കിയിട്ട് പോയാലും മതി. ഇത് സമയമുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ സമയമുണ്ടെങ്കിൽ മാത്രം നോക്കാനായിട്ട് ഞാനൊരു ലിസ്റ്റ് ഓഫ് ടോപ്പിക്സ് എഴുതുന്നുണ്ട്, ഇതുപോലെ അനലൈസ് ചെയ്ത്. അപ്പോൾ ഇങ്ങനെ പഠിക്കാനാണ് ആക്ച്വലി ഞാൻ ഈ വൊക്കാബ് സ്പീഡിയുടെ ബുക്ക് യൂസ് ചെയ്യുന്നത്. നല്ല രീതിയിൽ നമുക്കിതൊരു അനാലിസിസ് പോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു ലെവലിൽ എത്രത്തോളം നോക്കണമെന്നൊക്കെ നമുക്കൊരു ധാരണ കിട്ടും. അപ്പോൾ ഇനി അടുത്ത് 10th പ്രിലിംസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നൊരു ഐഡിയ ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ സിലബസ് ഒക്കെ സിമിലർ ആണെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ ഒരു അനാലിസിസോടെ പഠിച്ചാൽ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത ടോപ്പിക് ഡിസ്കഷനൊക്കെ വരുമ്പോഴത്തേക്കും കാണാം. താങ്ക് യു.